എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. എന്നത്തെയും പോലെ തന്നെ ഇന്ന് നല്ലൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ചെടികളിലെ, പ്രത്യേകിച്ച് റോസാ ചെടികളിലെയൊക്കെ മുരടിപ്പ് മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ലൊരു ജൈവ കീടനാശിനിയായിട്ടും നല്ലൊരു ജൈവവളമായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. നമ്മൾ മേടിക്കുന്ന നേച്ചർ ബഡ് റോസ് ഒക്കെ വർഷം മുഴുവൻ നല്ല രീതിയിൽ പൂക്കൾ തരാനായിട്ടും മുരടിപ്പും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാനായിട്ടും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഒക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ജൈവവളമായിട്ടും നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന എന്താ പറയുക, പൊട്ടറ്റോയുടെ തൊലി, അതുപോലെ തന്നെ ഉള്ളിത്തൊലി, പച്ചക്കറി വേസ്റ്റ് എന്തുമാകാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വേസ്റ്റും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല റിസൾട്ടാണ്, നമുക്ക് അന്നേരം തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ വേറെ കുറച്ച് സാധനം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കുറച്ച് ഒരു കപ്പ് വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യമേ 2 പട്ടയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം. ഈ ചെടികൾക്കുണ്ടാകുന്ന മുരടിപ്പും പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ പട്ട ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വെറുതെ ഈ ഒരു പട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. മുരടിപ്പൊക്കെ പെട്ടെന്ന് മാറാൻ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഫെർട്ടിലൈസറായിട്ടും അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡായിട്ടും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2 പട്ടക്കഷ്ണം ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് ഉള്ളിത്തൊലിയും സവോളത്തൊലിയും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയുടെ തൊലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിത്തൊലിയും സവോളത്തൊലിയും ഒക്കെ നമ്മുടെ ചെടികൾക്ക് വളരെയധികം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. ചെടികൾ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ പുതിയ തളിർപ്പുകളൊക്കെ വരാനായിട്ടൊക്കെ വളരെയധികം നല്ലതാണ്. നമ്മൾ കൊടുക്കേണ്ടതായിട്ട് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് വളങ്ങൾക്കും നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ നേഴ്സറി ബഡ് റോസിനൊക്കെ പുറകെ ആഴ്ചയിലും 15 ദിവസങ്ങളും നല്ല രീതിയിലുള്ള വളപ്രയോഗം കീടനാശിനി പ്രയോഗം ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ. എന്നാൽ മാത്രമേ ആ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആ 3 സാധനവും നമ്മുടെ പട്ടയുടെ കഷ്ണവും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഉള്ളിത്തൊലി, സവോളത്തൊലി, എന്താ പറയുക, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പച്ചക്കറി വേസ്റ്റ് എന്തും ഇട്ട് കൊടുക്കാം. ഇട്ട് ഇതുപോലെ തിളപ്പിക്കാം. ആദ്യം തിളച്ചതിന് ശേഷം 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് തിളപ്പിക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാധനം ചേർക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ മാത്രമേ അത് ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഉള്ളിത്തൊലിയും സവോളത്തൊലിയും പച്ചക്കറി വേസ്റ്റും ഒക്കെ നമുക്കിതുപോലെ തിളപ്പിച്ചും ഒരു പാത്രത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് പൊളിപ്പിച്ചൊക്കെ കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ചെടികൾക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ധാരാളം മൈക്രോന്യൂട്രിയൻസ് തുടങ്ങിയ വളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ സത്തും കാര്യങ്ങളും എല്ലാം വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ വേസ്റ്റ് വേണം നമുക്ക് ഏതെങ്കിലും ചെടികളുടെ ചോട്ടിൽ ഒന്ന് കുഴിച്ചിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കളയുമൊന്നും വേണ്ട. അപ്പോൾ ഞാനിതിൻ്റെ വേസ്റ്റൊക്കെ എപ്പോഴും ഏതെങ്കിലും ചെടികളുടെ ചോട്ടിലോ മരത്തിൻ്റെ ചോട്ടിലോ ഒക്കെ കുഴിച്ചിടുകയാണ് പതിവ്. അപ്പോൾ അത് നമുക്ക് ആ ചെടികൾക്ക് വളരെയധികം നല്ലതാണ്. ഇതിൻ്റെ സത്തെല്ലാം നമുക്ക് ഇറങ്ങിക്കിട്ടി. ഇനി ഇതിനകത്തേക്ക് 1 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നത്. അതായത് 2 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. ഇത് 3, 4, 5 ദിവസം ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല റിസൾട്ട്, എഫക്റ്റ് കൂടും. അപ്പോൾ ഇത് 2 ദിവസം മാത്രമേ ഞാൻ പുളിപ്പിച്ചുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ പുളിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് 1 ലിറ്റർ കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ റോസാ ചെടികൾക്കൊക്കെ നല്ല മുരടിപ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ, ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ സ്പ്രേയറിനകത്താക്കി നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പുളിച്ച കഞ്ഞിവെള്ളം ഒരു കീടനാശിനിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ പട്ടക്കഷ്ണം ചെടികൾക്ക് മുരടിപ്പ് മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിത്തൊലിയും പൊട്ടറ്റോയുടെ തൊലിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ നല്ല പുതിയ തളിർപ്പുകളൊക്കെ വരാനായിട്ടും വളരെയധികം സഹായിക്കും. അപ്പം നമ്മുടെ ചെടികളിൽ ഒത്തിരി മുരടിപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വളം നമ്മൾ ഈ ഒരു ഇത് ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു. ഇനിയും ചോട്ടിലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് നമ്മളിപ്പം എല്ലാം ഒന്ന് 1 ലിറ്റർ വെള്ളം 1 ലിറ്റർ കഞ്ഞിവെള്ളം ചേർത്തു. അതിനകത്തേക്ക് വീണ്ടും നമ്മളൊരു 2-3 ലിറ്റർ വെള്ളവും കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം കീടനാശിനിയായിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് കൊടുക്കുക, വളമായിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ലൂസാക്കി നേർപ്പിച്ച് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുക. ഇപ്പം മനസ്സിലായല്ലോ. അപ്പം അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ചൂടൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കാടക്കവും പുല്ലുമൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ പുതിയ തളിർപ്പുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ നല്ല രീതിയിൽ പൂമൊട്ടുകളും വരും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നിങ്ങളൊന്ന്
ഒന്ന് കണ്ട് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.